ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യാൻ ഫെഫ്ക തീരുമാനം. ലൈംഗികാതിക്രമം നടത്തിയതായി പരാമർശമുള്ള എല്ലാ പേരുകളും പുറത്തുവരണമെന്നും ഫെഫ്ക ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടിന്മേൽ ഫെഫ്കയിലെ അംഗങ്ങളായ സ്ത്രീകളുടെ അഭിപ്രായ രൂപീകരണം നടക്കുന്നുണ്ടെന്നും വിശകലന റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നും ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചില കൂടിയാലോചനകളിലേക്ക്, യൂണിയനുകളുമായൊക്കെയുള്ള ചില കൂടിയാലോചനകളിലേക്കൊക്കെ ഫെഫ്ക കടന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ എന്താണ് അവർ ഈ കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്? അനുജ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഫെഫ്ക ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് രഞ്ജിത്തിനെതിരെ ഉൾപ്പെടെ ആരോപണം വരുന്ന പശ്ചാത്തലത്തിൽ മൗനം പാലിച്ചു എന്ന് സംവിധായകൻ ആഷിഖ് അബു അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിലവിൽ ഇതിനൊക്കെ പിന്നാലെയാണ് ഫെഫ്ക വളരെ വ്യക്തവും കൃത്യവുമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ ചരിത്ര മാർഗരേഖയായി മാറാൻ പോകുന്നു. അതിൽ പെട്ടെന്നൊരു തീരുമാനം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയേണ്ടതില്ല എന്നുകൊണ്ടാണ് വിഷയം പഠിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഫെഫ്ക തുടർ ചർച്ചകൾ തയ്യാറാക്കും. അതോടൊപ്പം ഈ സംഘടനയിലുള്ള സ്ത്രീ പ്രവർത്തകരുടെ അവരുടെ അടക്കം നയം രൂപീകരിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് ഫെഫ്കയുടെ തീരുമാനം. അത് സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘടനയിലുള്ള രഞ്ജിത്തടക്കമുള്ള ആളുകൾ ലൈംഗികാരോപണം നേരിട്ടിരുന്നു. എന്നാൽ അവർക്കെതിരെ നിലവിൽ തൽക്കാലം നടപടിയില്ല എന്നാണ് ഈ പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് കുറ്റം തെളിയുകയോ അറസ്റ്റ് ഉണ്ടാകുകയോ കോടതി നടപടി ഉണ്ടാകുകയോ മാത്രം ചെയ്താലാണ് അവർക്ക് സംഘടനാ നടപടിയിലേക്ക് പോകുക, അവർക്കെതിരെയുള്ള സംഘടനാ നടപടിയിലേക്ക് പോകുക. മുൻകാലങ്ങളിൽ സമാനമായ രീതിയാണ് ഫെഫ്ക അവലംബിച്ചത്. അതുകൊണ്ട് ഇത്തവണയും അതിന് മാറ്റമില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ഇന്നലെ അമ്മ എക്സിക്യൂട്ടീവ് രാജിവെച്ചതിലും ഫെഫ്ക നിലപാടെടുക്കുന്നു. പുതിയ